പാടശേഖരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 30 ഏക്കറോളം വരുന്ന പെരുമ്പടവം പാടത്ത് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ഷിബു കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും കർഷകരും കൊയ്ത്തുത്സവത്തിൽ പങ്കുചേർന്നു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ഇലഞ്ഞി പെരുമ്പടവം പാടശേഖര സമിതിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പടവം പാടത്ത് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. പാടശേഖര സമിതി പ്രസിഡന്റ് സിറിൽ കുര്യാക്കോസ് പോത്തറ അധ്യക്ഷത വഹിച്ചു. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ഷിബു 30 ഏക്കറോളം വരുന്ന പെരുമ്പടവം പാടത്തെ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് ഏറെ അഭിമാനമുള്ള ഒരു കാര്യമാണ് ഈ പാടത്ത് നിൽക്കുമ്പോൾ. കാരണം ഇലഞ്ഞി പഞ്ചായത്ത് ഇത്രയേറെ വിസ്തൃതിയുള്ള ഭൂപ്രദേശമാണെങ്കിൽ അവിടെ നെൽകൃഷി ഇന്ന് നിലനിൽക്കുന്ന എടുത്തു പറയാവുന്ന ഒരു പാടശേഖരം എന്ന് പറയാവുന്ന പെരുമ്പടവം മാത്രമാണ്. ഇവിടുത്തെ കർഷകരുടെ ലാഭം നോക്കാതെയുള്ള അവരുടെ പ്രയത്നമാണ് ഈ കൃഷിയുടെ പിന്നിൽ, ഈ വിജയത്തിന് പിന്നിലുള്ളത്. ഒരു കൂട്ടായ്മയിൽ, കാരണം കർഷകരെ എല്ലാവരെയും കുറച്ചുകൂടി ആക്റ്റീവായി ഇതിലേക്ക് ഇറക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഒരു കൃഷി പാടശേഖരമാക്കി ഇതിനെ മാറ്റുന്നതിനുള്ള ഒരു കർമ്മ പദ്ധതിക്ക് കൃഷി ഓഫീസുമായി സഹകരിച്ച് പഞ്ചായത്ത് രൂപം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഏതായാലും കൊയ്ത്തുത്സവത്തിൽ പങ്കെടുക്കുന്ന കർഷകർക്ക്, നിങ്ങളുടെ ആ 100 മേനി വിളവിന് വേണ്ടി കാത്തിരിക്കുന്ന കർഷകർക്ക് എല്ലാവിധ ആശംസകളും ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ അറിയിച്ചുകൊണ്ട് ഈ കൊയ്ത്തുത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡിൻസി ജോജി, വികസനകാര്യ ചെയർമാൻ MP ജോസഫ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് നാണുക്കുട്ടൻ, വാർഡ് അംഗങ്ങളായ റോസ്ലി സാബു, മാജി സന്തോഷ്, LC ടോമി, മത്തായി കുഞ്ഞ്, PV സാജു, പാടശേഖര സമിതി സെക്രട്ടറി പ്രിൻസ് ജോയി പൊലിയപ്രയിൽ, കൃഷി ഓഫീസർ എൽദോസ് എബ്രഹാം, കർഷകർ, പ്രദേശവാസികൾ തുടങ്ങിയവർ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു. കൃഷി ഓഫീസർ എന്ന നിലയിൽ ശരിക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് ഈ കർഷകരോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റുക എന്നുള്ളത്. അതുപോലെ തന്നെ നെൽകൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടെക്നിക്കൽ ഗൈഡൻസും അതുപോലെ സർക്കാരിന് ലഭ്യമായിട്ടുള്ള പരമാവധി സബ്സിഡികൾ കർഷകർക്ക് വാങ്ങി നൽകുന്നതിന് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയൊക്കെ പരമാവധി എല്ലാ ആളുകൾക്കും ഉറപ്പാക്കിയിട്ടുണ്ട്. അടുത്ത വർഷം ഇത്തവണ ഉണ്ടായ കുറവുകളോടെ പരിഹരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അടുത്ത വർഷം കർഷകർക്ക് കൃഷി ഇറക്കാൻ സഹായിക്കുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ.